നമ്മളിന്ന് എവിടെ പോവാ? നാട്ടിലേക്ക് പർച്ചേസിങ്ങിന് പോവാ. അപ്പോൾ നമ്മൾ മെയിൻ പർച്ചേസിംഗ് ഒക്കെ തീർത്തതാണ് ഇതിന് മുന്നേ തന്നെ. പെരുന്നാളിൻ്റെ ദിവസം ഞാനും സിസ്റ്ററും പോയിട്ട് നമ്മൾ ടാസ്ക് പിടിച്ച പർച്ചേസിംഗ് ഒക്കെ തീർത്തതാണ്. കാരണം ഡ്രസ്സുകൾ, കുട്ടികൾക്ക് പിള്ളേർക്കുള്ളതും നമ്മളെ വീട്ടിലെ അനിയന്മാർക്കുള്ളതും ഉപ്പാക്കും ഉമ്മാക്കും അങ്ങനെ മെയിൻ സാധനങ്ങൾ ഡ്രസ്സ് എടുക്കലൊക്കെ തീർത്തിട്ടുണ്ട്. നമ്മൾ പെരുന്നാളിൻ്റെ അതേ ദിവസം പോയിട്ട് ഞാനും അനിയത്തിയും കൂടെ പോയിട്ട് അല്ലും ഒക്കെയും വീട്ടിലിരുന്ന് നമ്മൾ രണ്ടുപേരും പോയി ഡ്രസ്സുകളൊക്കെ അങ്ങനത്തെ ടാസ്കുകളൊക്കെ തീർത്തിട്ടാണുള്ളത്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് ട്രോളി മേടിക്കണം, പിന്നെ അതുപോലെ ചോക്ലേറ്റ്സ്, പെർഫ്യൂം, പിന്നെ കുറച്ച് ടോയ്സ്, അങ്ങനത്തെ പർദ്ദ അതൊക്കെ വാങ്ങിക്കാനാണ് പിന്നെയുള്ള പോക്ക്. ഇത് നമ്മളെല്ലാം കൂടെ ഒരു ദിവസം പോയതല്ല, നമ്മൾ ഒരു 3-4 ദിവസം എടുത്തിട്ടുള്ള പർച്ചേസിങ് ആണ് ഇപ്പോൾ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പോവല്ലോ, നമുക്ക് മെഡിക്കൽ എടുക്കണം. വിസ റിന്യൂവലിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാത് കുത്താം. പിന്നെന്താ നാട്ടിലേക്ക് പർച്ചേസ് ചെയ്യണ്ടേ? നാട്ടിലേക്ക് പർച്ചേസ് ചെയ്യണം. കുറേ പരിപാടികൾ ഉണ്ടെന്ന് അല്ലേ? അപ്പൊ ഞങ്ങള് ഇവിടുത്തെ 2 മണിയൊക്കെ ആയിട്ടുണ്ട്. ജസ്റ്റ് ഇറങ്ങിയതാണ്. ഇക്കിയുണ്ട്, ദിലുണ്ട്, അല്ലുണ്ട്. അല്ലൂന് എന്താണ് പുറത്തു പോകുമ്പോ എന്താ വേണം പറഞ്ഞേ? മാല വാങ്ങാം അല്ലേ? പിന്നെന്താ വേണ്ടേ? കാത് കുത്തിയല്ലോ ഒരട്ടം. നീ വേറെ പറ. ബസ്സിൽ നമ്മൾ ഇന്നാള് പോയില്ലേ? മെട്രോയില് പോയല്ലോ. വേറെ പറ. വേറെ ഒന്നുമില്ല? വേറെ ഒന്നും വേണ്ട? ഇവിടെ സമ്മർ തുടങ്ങിയപ്പോ ഭയങ്കര ചൂടാണ്. പുറത്തൊന്നും നോക്കാൻ വയ്യ, അത്രയും ചൂടാണ്. പിന്നെ ഇനിയിപ്പം അങ്ങോട്ട് ചൂടിന്റെ ഒരു പൂരക്കളി ആയിരിക്കില്ലേ ആക്കോ? എന്താ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ പറയാനുള്ള? അതൊക്കെ ഇഷ്ടാണെന്നാണോ പറഞ്ഞേ? അപ്പൊ ഓക്കെ, എല്ലാവർക്കും ഒരു ഉമ്മ കൊടുക്ക്. അങ്ങനല്ല മമ്മക്കല്ല, ഒരു ഫ്ലൈങ് കിസ് കൊടുക്ക് വീഡിയോയില്. വീഡിയോയിൽ ഒരു ഫ്ലൈങ് കിസ് കൊടുക്ക്. കൊടുക്കട്ട് പോ മതി. നല്ല ചൂടാണല്ലേ? നമ്മള് എടുക്കാൻ പോകുന്നത് എത്തി. നമ്മളതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വെയിറ്റ് ചെയ്യാണ്. എനിക്ക് മാത്രമേ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റൂ. അതിന് മെഡിക്കലില്ല, എനിക്ക് മാത്രമേ മെഡിക്കലുള്ളൂ. അപ്പോൾ ഇഞ്ചക്ഷൻ അടിക്കാൻ പോവാണ് ഗൈസ്. അല്ലോ മമ്മനെ ഇഞ്ചക്ഷൻ അടിക്കും. എന്ത് ചെയ്യാം? അങ്ങനെ മെഡിക്കല് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മള് എവിടെ പോവാ? ഒരു മാല വാങ്ങാൻ. അവൻ ട്രോളി, ഇനിയിപ്പോൾ അല്ലൂനും ടിക്കറ്റ് ഉള്ളതുകൊണ്ട് ട്രോളി വേണം. 1 more ട്രോളി ആവശ്യമുണ്ട്. അപ്പോൾ ഈ ട്രോളി നമ്മൾ സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ അതെടുക്കും അല്ലെങ്കിൽ ഇതെടുക്കും. അപ്പോൾ നമ്മളെ പെട്ടി കിട്ടി. നമ്മൾ വാങ്ങിയ പെട്ടി, ട്രാവലറിൻ്റെ ഒരു പെട്ടി. അപ്പോൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് പെട്ടി വാങ്ങലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭയങ്കര തിരക്കാണ് വീക്കെൻഡ് ആയതുകൊണ്ട്.
നല്ല പറന്തൻ്റെ കടകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ബത്തൂർ ഭാഗം നമ്മളെ നാട്ടിലത്തെ ഓർണമെൻറ്റ്സ്, അതായത് ഫാൻസി ഐറ്റംസ് കിട്ടുന്ന കുറേ ഷോപ്സ് ഉണ്ട്. ഇന്ത്യൻ വെയർസ് കിട്ടുന്ന കുറേ കടകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. നല്ല ഈസ്തറ്റിക് ആയൊരു ജ്വല്ലറി, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ അവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇനിയിപ്പോൾ നമ്മൾ പോണത് റോളയിലാണ്. റോളയിൽ അഭയ വാങ്ങാൻ, ഉമ്മമാർക്കൊക്കെ ഉള്ള അഭയാസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള പർച്ചേസിങ്ങിന് പോകണം. നല്ല ഉറങ്ങി നമ്മളിങ്ങനെ പോവാണ്. ഇപ്പോൾ റോളയിലാണെങ്കിൽ ഭയങ്കര ട്രാഫിക്കും തിരക്കും, പാർക്കിങ്ങും കിട്ടൂല അല്ലേ? കാണിക്കാം. ഷാർജയിൽ നല്ല നല്ല പള്ളികളുണ്ട്. അപ്പോൾ ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് തോന്നുന്നു. കണ്ടിട്ട് തെറ്റിയോ? ഇവിടെ ഉള്ളൊരു പ്രത്യേകതയാണല്ലത്. വഴി തെറ്റിയാണ്ട് നമ്മളൊരു 10 കിലോമീറ്റർ എക്സ്ട്രാ കറങ്ങും എപ്പോഴും എവിടെ ഇറങ്ങുകയാണെങ്കിൽ. നമ്മള് മാർക്കറ്റിലെത്തി. നമ്മൾ അഭയ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇത് നമുക്കൊരു 3-4 അഭയാസമാണ് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു 3 സെലക്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ കുറേ കടയൊന്നും കയറി ഇറങ്ങണില്ല, ഒറ്റ കടയിൽ കയറുന്നു. പ്രൈസ് ഡീലൊക്കെയാണ്. അങ്ങനെ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതാണ് ഷാർജയിലുള്ള ഗോൾഡ് സെൻട്രൽ. കാണില്ലല്ലോ. ഇവിടെ കുറേ പള്ളികളുണ്ട് ഷാർജയിൽ, നല്ല ഭംഗിയുള്ള പള്ളികൾ. കേട്ടോ? ആ ഓക്കെ. ഒരു കയ്യബദ്ധം നാട്ടിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്ത് വില ചെയ്തു, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. വെറുതെ ഒന്ന് വീഡിയോ എടുത്താണ് ഓഫർ ഉണ്ടാണേ വന്ന് ചവിട്ടാനോ മറ്റേ നല്ല പ്രൈസ്. ഓള് മറ്റേതിന്റെ മുകളിൽ കയറിയിരിക്കും. 69, 197, 199. ഓരോ വെട്ടിക്കല്ലേ? ബാഗിൻ്റെ ഒക്കെ സെക്ഷൻ ഭയങ്കര കുറേ കളക്ഷൻസ് ഉണ്ട്. ഇഷ്ടമാവണ കാണിക്കാം. എല്ലാ കൈൻഡ് ഓഫ്. ഒന്ന് അങ്ങോട്ട് പോയി എന്നാ അങ്ങോട്ട് പോയി വാ, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വാ. അല്ലുവിൻ്റെ സൈസിലൊരു പെട്ടി കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെ കളക്ഷൻസ്, കുഷൻ, പില്ലോ, ഇതാ ക്ലച്ചസ്. Electronic section come to customer service. Electronic section come to customer service. Click on merchandiser. നമ്മുടെ നാട്ടിലേക്ക് ടോയ്സ് വാങ്ങാൻ വേണ്ടി പോകണം.
ടോയ്സിന്റെ ഒരു വേൾഡ് ആണ്. ഓനോ 6 വയസ്സ് 5 വയസ്സ്. ഓക്കെ ഓക്കെ. ടോയ്സിന്റെ ഒരു വേൾഡ് ആണ് ഇവിടെ. ഒരു കുട്ടികളെ ഗെയിംസ് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഫ്രണ്ട്സ് ഒക്കെ ആയി. നമ്മൾ നാട്ടിലേക്കുള്ള പർച്ചേസിന് ഔട്ട്ലെറ്റ് മാളിൽ വന്നതാണ്. ദുബായ് അലൈൻ റോഡിലുള്ള ഔട്ട്ലെറ്റ് മാളിൽ അല്ലേ കാക്കോ? എല്ലാം ക്യാൻഡീസാണ്. 49 dirham? Yes. നമ്മളെവിടെ വന്നത്? സെൻട്രൽ പോയിന്റിൽ വന്നതാണ്. ഇത് 6 to 12 പിന്നെ 12 to 18 അങ്ങനെ തന്നെ. അല്ലുവിന് ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ. വീട്ടിലിരുന്ന ഡ്രസ്സും അല്ലുവിന് നമ്മൾ ഇവിടുന്ന് ഡ്രസ്സ് എടുത്തു അല്ലേ? വീട്ടിലിടാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു ഇവിടുന്ന്. ഇനിയോ ഇനി പോകുമ്പോടാൻ ഡ്രസ്സ് വേണ്ടേ? സ്പ്ലാഷിൽ നിന്ന് നമ്മൾ ഡ്രസ്സ് എടുത്തു. ഓക്കെ, കട ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളോട് പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ട് നമ്മൾ എളുപ്പം ഇറങ്ങി പോവാം. നമ്മളുമ്മാക്കും മെനുവിനൊക്കെ ബാഗ് വാങ്ങിക്കാൻ വന്നതാണ്. ബാഗ്സിൻ്റെ ഒരു വേൾഡാണ് ഈ ഡേ ടു ഡേയിൽ. പിന്നെ എന്താണ് സെലക്ട് ചെയ്ത ബാഗ്? മൊത്തം ബാഗ്സ് ആണ്. ഒരു ഫ്ലോറ് മൊത്തം ബാഗ്സിന്റെ കളക്ഷൻസ് ആണ്.
മൊത്തം ഒന്നും കവർ ചെയ്യാൻ കഴിയില്ല, കാരണം അത്രയും ബാഗ്സ് ഉണ്ട്. അപ്പം ഞാൻ ഏതെങ്കിലും നല്ലൊരു ബാഗ് സെലക്ട് ചെയ്തിട്ട്. ഇതെന്താ കുറേ ബാഗ്സ് ഒക്കെ എടുത്തിന്? ഇത് ചെലവാവും. ഇതൊക്കെ ബാഗ്സാ? ഇതെല്ലാം ബാഗ്സാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ മറ്റേ ചെയിൻ ഉണ്ട്. ഇവിടെ ആന്ന് ഫുൾ ബാഗ്. ഇതൊക്കെ ഭയങ്കര വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. ഇത് എന്താ ഉദ്ദേശിച്ചറിയില്ല. അല്ല അതെ ചുടല് പോവാന്നല്ലേ ഇറങ്ങി. രണ്ടെണ്ണം കിട്ടി നമുക്ക്. ഒന്ന് ഉമ്മാക്കും ഒന്ന് മീനും. കുറച്ച് ചോക്ലേറ്റ്സും വാങ്ങാണ്ട്. ബൗണ്ടി ഇത് നല്ല ഓഫർ പ്രൈസാണ്. മാർസ് ഇതൊക്കെ നമ്മൾ മേടിച്ച് നേരത്തെ തന്നെ. അത് ബില്ലടിക്ക്. റുവാബ്സ ആണ് തോന്നുന്നു. ബില്ലടിക്കാ വാ. കുക്കീസ്, ഡേറ്റ്സ്, കുനാഫ ചോക്ലേറ്റാ, പിസ്താഷ്യോ കുനാഫ. ഇതൊക്കെ നമ്മൾ നേരത്തെ വാങ്ങി വെച്ച് പെട്ടിയിൽ കെട്ടിയിട്ടുണ്ട്. നേരെ പോയി മുട്ടുമ്പോൾ ലെഫ്റ്റ് വണ്ടി 7906. ഫൈനലി നമ്മൾ ഷോപ്പിലെത്തി. പാരീസ് ഇത് അറബിനകത്തല്ലേ? അവിടെ കണ്ടമാല്ലേ ഏരിയല്ലേ? ഇവിടെ അത് ഷെയ്ക്കാൻ പറഞ്ഞല്ലോ. അവിടെയൊക്കെ പോയിരിക്കാം, നല്ല രസമാണ് വൈകുന്നേരമൊക്കെ ആകുമ്പോ. പെർഫ്യൂം വാങ്ങാൻ വന്ന അല്ല ഈ ഫ്ലവേഴ്സ് ഒക്കെ നാട്ടിൽ ഇന്ത്യൻ അല്ലല്ല, ഹോളണ്ട്, പോർച്ചുഗൽ എല്ലാം ഉണ്ട്. ഡെയിലി കൊണ്ടുവരപ്പോ അതായത് ഒറിജിനൽ ആണ്. പാച്ചുക്ക ഇനി ഇതിങ്ങനെ മറ്റേ കൊക്കടമ്മ പോലെ. ഇത് ഇത് ഞാൻ ഇവിടെ അടിക്കുന്നുണ്ട്. ഇത് ലാസ്റ്റിങ് ചെയ്യാൻ നിൽക്കറിയില്ല. ഓക്കെ, അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞോ കേട്ടാ. ഓക്കെ, അപ്പോ താങ്ക് യു പാച്ചുക്ക. നമുക്ക് നാട്ടിലുള്ള പെർഫ്യൂം പാച്ചുക്കന്റെ അടുത്ത് നല്ല അച്ചുമാനിൽ വന്നിട്ട് വാങ്ങാം. ഇതൊക്കെ പാച്ചുക്കന്റെ സെലക്ഷൻ ആണ്. പിന്നെ യൂസ് ചെയ്തിട്ട് റിവ്യൂ അറിയിക്കണ്ട്. ഓക്കെ, താങ്ക് യു പാച്ചുക്ക. അപ്പോ നെക്സ്റ്റ് വീഡിയോ നമ്മൾ ടൈം കിട്ടുവാണെങ്കിൽ ബാക്കി പർച്ചേസിങ്ങിന്റെ വീഡിയോസുമായിട്ട് വരും. അപ്പോൾ അതുവരെ ടാറ്റാ, ബൈ.